വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാർ അനുമതിയോടെ മാത്രമേ ഓഹരി കൈമാറ്റം നടത്താനാകൂ എന്നാണ് അദാനി പോർട്ടിന് വിശദീകരണമായി അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഇത്തരത്തിൽ ഒരു വലിയ കരാർ ലംഘനം നടത്തി ഇതിൽ അതൃപ്തി അറിയിക്കുക എന്നതിലേക്ക് മാത്രം ചുരുങ്ങുകയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം? ജിംഷാദ്, ഏതായാലും ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഈ ഓഹരി പങ്കാളിത്തത്തിൽ ഏതായാലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി ഇത് താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രതികരണമായി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചന നടത്താതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടുകൂടി MSC നിക്ഷേപം നടത്തുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി അദാനി പോർട്സിനെ അറിയിച്ചു എന്നുള്ള കാര്യമാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഈ വാർത്താക്കുറിപ്പിൽ ഈ പറയുന്ന അതൃപ്തി അറിയിച്ചതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ, ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് രീതിയിലുള്ള തുടർ നടപടി, ഇതുമായി ബന്ധപ്പെട്ട് വിസിലിന് അദാനി പോർട്സിന്റെ കത്ത് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം, അത് എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള തുടർ നടപടി എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ വാർത്താക്കുറിപ്പിൽ തുടർന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ അനുമതിയോട് കൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ കരാറിൽ ബാധകമായിട്ടുള്ള വ്യവസ്ഥകൾ അത് കർശനമായി തന്നെ പരിശോധിച്ച ശേഷം സർക്കാർ ഇക്കാര്യത്തിൽ തുടർ നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള തുടർ നടപടിയിലേക്കും സർക്കാർ അതാണ് ഷീജ, ഇതിലൊരു തലയൂരൽ വിദ്യയുണ്ട്. കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ 25% മുകളിൽ ഓഹരി കൈമാറ്റം നടത്തണമെങ്കിൽ അത് സർക്കാരിൻ്റെ അംഗീകാരമല്ല, മുൻകൂട്ടിയുള്ള അംഗീകാരം, അനുമതി ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മുൻകൂട്ടിയുള്ള അനുമതി, കേവലം അനുമതി പോരാ, മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമാണെന്നിരിക്കെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൈമാറ്റം നടന്നത്? ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അറിയില്ല എന്നായിരുന്നു ഇന്നലെ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു അതൃപ്തി അറിയിച്ചുള്ള കത്ത് അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ? കാരണം കോടിക്കണക്കിന് വരുന്ന നാടിൻ്റെ പൊതുസ്വത്താണ് കൈകാര്യം ചെയ്യുന്നത് വിഴിഞ്ഞം പോലെയുള്ള ഭാഗത്ത്. അപ്പോൾ അതിൽ അതൃപ്തി മാത്രം നൽകി തലയൂരാനുള്ളൊരു ശ്രമമായി കാണാം. കാരണം ഇന്ന് വലിയ വിഷയവും വിവാദവുമായി പ്രതിപക്ഷം ഇത് വലിയ പ്രതിഷേധമായി ഉയർത്തുന്ന ഒരു ഘട്ടത്തിൽ മാത്രം അല്ലേ ഷീജ? തീർച്ചയായും പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ആശങ്ക തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏത് രീതിയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു, അതാണ് യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ ആ സ്വപ്ന പദ്ധതിക്ക് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷം ശക്തിയുക്തം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ഈ വിഷയം പ്രതിപക്ഷം ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണ കുറിപ്പ് ഈ വിഷയത്തിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോഴും ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം അതൃപ്തി രേഖപ്പെടുത്തി അതൃപ്തി അദാനി പോർട്ടിനെ തലയൂരാനുള്ള ഒരു ശ്രമമാണ്. കാരണം 49% ഓഹരികൾ എങ്ങനെയാണ് കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നടത്തുന്നത്? മാത്രമല്ല അത് സർക്കാർ അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രതിപക്ഷം അത് വലിയ രീതിയിൽ പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മാത്രം ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടെടുക്കാതെ കേവലം അതൃപ്തി മാത്രം അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു കത്ത്, അതൊരു തലയൂരൽ കത്തായി വ്യാഖ്യാനിക്കുന്നതിൽ പോലും തെറ്റില്ല ഷീജ. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. ഇതിൽ അടിയന്തരമായി തുടർ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ കരാർ വ്യവസ്ഥ ഇത് ലംഘനം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് തരത്തിലുള്ള തുടർ നടപടി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തര നടപടിയാണ് ഇതിൽ ആവശ്യം. കാരണം ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു 6 മാസം മുമ്പ് തന്നെ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രയർ ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ളതാണ് കരാർ വ്യവസ്ഥയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കവും അദാനി ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. മറിച്ച് ഒരു സർക്കാർ മാറി പുതിയ സർക്കാർ വന്നപ്പോൾ അതിന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാരിനെ
ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ എതിർത്തില്ല എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് അദാനി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഏത് രീതിയിൽ തലയൂരാം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിശദീകരണക്കുറിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പറയുന്നത്. അടിയന്തര നടപടി സ്വീകരിക്കേണ്ട ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നടപടി വൈകുന്നതും അതൃപ്തി മാത്രം അറിയിച്ച് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ശരി ഷീജ, ഷീജയാണ് സമഗ്രമായ വിവരം നൽകിയത്.